ഗുഡ് മോർണിംഗ്. രണ്ടാമത്തെ ദിവസം തേക്കടിയിൽ KTDC ആനന്യ നിവാസിൽ നല്ല ഉറക്കമായിരുന്നു. ഇപ്പോൾ 8 മണി കഴിഞ്ഞു. എണീറ്റ് ഇനി ഒന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു 11 മണിയാകുമ്പോൾ ബോട്ട് വരും നമുക്ക് ലേക്ക് പാലസിൽ പോയാൽ. ആനന്യ നിവാസിൽ നിന്ന് ലേക്ക് പാലസിലോട്ട് ബോട്ടിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. നമ്മളവിടെ ബുക്കിംഗ് ചെയ്തതുകൊണ്ട് നമുക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ബോട്ട് വരും. രാവിലെ മഴ ഉണ്ടായിരുന്നു തോന്നുന്നു. അങ്ങോട്ട് വന്നപ്പോൾ മഴയായിരുന്നു. മഴയത്ത് റൈഡ് വലിയ പ്രശ്നമാണ്. കാര്യം നമുക്ക് ആ ഒരു ഡ്രൈ ആയിട്ട് കിടക്കുന്ന റോഡിൽ കൂടെ ഓടിക്കുന്ന അതേ കണ്ടീഷനിൽ ഒരിക്കലും മഴയത്ത് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പലയിടത്തും നിർത്തേണ്ടി വരും, ഒരുപാട് സ്ലോ ആയിട്ട് ഓടിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്രയ്ക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ റെയിൻ റൈഡ് ആസ്വദിക്കുന്ന ആൾക്കാർക്ക് ഒരു അടിപൊളി അനുഭവമായിരിക്കും. പ്രത്യേകിച്ച് ഇടുക്കിയിൽ ഞാൻ പറഞ്ഞില്ലേ, മഴയത്ത് വരുന്നത് വേറൊരു സുഖം, അല്ലാതെ വരുന്നത് വേറൊരു അത്. നമ്മൾ ഓരോ ദിവസം ആ കാലാവസ്ഥയിലും വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ മൂടും. അപ്പോൾ ഇവിടെ വന്നതിൽ നഷ്ടമൊന്നുമില്ല. കാര്യം നമ്മുടെ ആ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരു 1-2 ദിവസം ഇതുപോലെയൊക്കെ കിട്ടുന്നത് വളരെ നല്ല കാര്യമാണ്. എല്ലാവരും, ഞാൻ പറയുന്നത് എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 1-2 ദിവസം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. റിലാക്സ് ചെയ്യും. നമ്മുടെ ഈ സിസ്റ്റമൊക്കെ റിഫ്രഷ് ചെയ്യില്ലേ, അതുപോലെ റീസ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ നമുക്കൊരു നമ്മുടെ ബ്രെയിനും നമ്മുടെ മൊത്തത്തിൽ ഒരു റീസ്റ്റാർട്ട് അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കൊടുക്കണം. ഇതുപോലുള്ള യാത്രകൾ അതിന് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് എനിക്ക് മെഡിക്കൽ കണ്ടീഷൻ എനിക്കൊരു 1-1.25 വർഷം മുമ്പ് വളരെ മോശമായിരുന്നു. ഇപ്പോൾ ഓക്കെയാണെല്ലാം. കാര്യം എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് മെഡിസിൻ മാത്രമല്ല, നമ്മുടെ മനസ്സിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ ചെയ്ത് ഒരുപാട് നമ്മുടെ മൈൻഡിനെ ഡീവിയേറ്റ് ചെയ്ത് മറ്റ് പലതിലോട്ടും കൊണ്ടുപോയി ബിസിയാവുക. ഒരുപാട് ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെ കുറയും ആൾക്കാർക്ക്. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഡിപ്രഷൻ ഇല്ലാത്ത ആരുമില്ല. ഡിപ്രഷനൊക്കെ കുറയ്ക്കാനായിട്ട് ഏറ്റവും പറ്റിയ മാർഗം എന്ന് പറയുന്നത് യാത്രകൾ. അതും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളോടൊപ്പം. ഒറ്റയ്ക്ക് യാത്ര പോകുന്നവരുണ്ട്. ഈ ഒറ്റയ്ക്ക് യാത്ര പോകുന്നത് അത് വേറൊരു മൂഡ്, അതും വേറൊരു സുഖം. അപ്പോൾ എല്ലാവരും കഴിവതും യാത്ര പോവുക എന്ന് പറഞ്ഞാൽ അവരവരുടെ സാമ്പത്തികം സാഹചര്യം എല്ലാം അനുസരിച്ചിട്ട് യാത്ര പോവുക. മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ ഹെൽത്താണ് നമ്മുടെ ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത്. അതിനെ കീപ്പ് ചെയ്ത് അതിനെ നല്ലവണ്ണം ശ്രദ്ധിച്ച് കൊണ്ടുപോവുക. അതിന് ഒരുപാട് യാത്രകൾ ചെയ്യുക, മനസ്സിനെ സന്തോഷമാക്കി വയ്ക്കുക. അപ്പോൾ ഇനി ഞാൻ ഒന്ന് ഫ്രഷ് ആവണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് 11 മണിക്ക് ബോട്ട് വരും, നേരെ ലേക്ക് പാലസിലോട്ട്. ഓക്കെ. ബോയിൽഡ് എഗ്ഗിന് എന്തുകൊണ്ടാണ് ബോയിൽഡ് എഗ്ഗ് എന്ന് പറയുന്നത് അറിയാമോ? കഴിച്ചു പോയാൽ അല്ല, ബോയിൽഡ് എഗ്ഗിന് ഒരിക്കലും രാമകൃഷ്ണൻ എന്ന് പറയാൻ പറ്റില്ല. ഇറങ്ങാൻ വേണ്ടിയാണ് തള്ളി തമ്പ്. എന്നിട്ട് ഇറങ്ങുന്നില്ല. അയ്യോ, ഞാൻ പറയാൻ മറന്നു കേട്ടോ. നല്ല തട്ടുദോശയുണ്ട്, ഉപ്പുമാവുണ്ട്, പിന്നെ ഈ മറ്റേ ചെന്ന ഉണ്ടല്ലോ, ചെന്ന കടലക്കട. ഫുഡ് കൊള്ളാം, എല്ലാം നല്ല ഫുഡ്. അപ്പോൾ എല്ലാവരും റെഡി ആയിരിക്കുന്നു ബോട്ടിൽ പോവാൻ. ആരൊക്കെയാണ് നീന്താൻ വരുന്നത്? തേക്കടിയാണ്. മറ്റേ ആ സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ചെയ്തോ? നീന്തായി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നേരെ ബോട്ടിൽ കയറി ലേക്ക് പാലസിലോട്ട് പോകാൻ എല്ലാം റെഡിയായി. സുനു ആണ് ഇതിലെ കൂട്ടത്തിൽ ഏറ്റവും സ്മാർട്ടായ ഒരു ആള്. ഉദയ് കർണനെ കവചകുണ്ടലം പോലെ ഗ്ലാസുമായി ജനിച്ച ആളാണ്. പിന്നെ അഭിലാഷ്, അദ്ദേഹം തിരക്കിലാണ്, വർക്കുമായി സംബന്ധിച്ച് തിരക്കിലാണ്. നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് ഫ്രീ ആയിരിക്കും. ആൾവേസ് ഫ്രീ മച്ചമ്പി. അപ്പോൾ ഒരു അപ്ഡേറ്റ് ഉണ്ട്, വേറൊന്നുമല്ല. നമുക്ക് നമ്മുടെ സുനുവിന് വേണ്ടി നമ്മുടെ സൂര്യ ഇന്ന് പോലെ ബോഡി ഗാർഡായിട്ട് സുനുവിന് ഇന്നത്തെ ദിവസം ബോഡി ഗാർഡാണ് സൂര്യാകുമ്പോൾ ചുമ്മാ നടന്നു പോയാൽ മതി, ബോഡി ഗാർഡാണെന്ന് പറഞ്ഞോളൂ. അമൽ പോവാം. അതെന്താ കയ്യിൽ ഹെൽമെറ്റാ? വരൂ. ഓൾ സെറ്റ്, എല്ലാം റെഡി. ഒരു ബാഗ് ഞാൻ എടുക്കുന്നുണ്ട്, ബാക്കി ഇതെല്ലാം വണ്ടിക്കകത്ത് വെച്ചിട്ട് പോകും. ഹായ് ഹായ് ഹായ്. അവൻ സുമേഷിൻ്റെ മോനാണ്. അച്ഛനും അമ്മയ്ക്കും ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് ആരും വേണ്ടല്ലോ.
അത് സുമേഷിൻ്റെ വൈഫുമാണ് മോനും. ഇവർ നമ്മുടെ കൂടെ വന്നു. റൈഡിൻ്റെ കൂടെ ഒരു ഫാമിലി ഡ്രൈവ്. തൽക്കാലം കാറും ബൈക്കും ഒക്കെ ഇവിടെ തന്നെ പാർക്ക് ചെയ്തു. ആളെ വന്നിട്ട് എടുക്കും. ബൈക്ക് മൂടി സേഫ് ആക്കി വെച്ചിട്ടുണ്ട് ബൈക്ക്. അതിൽ ചെന്ന് പിടിക്കരുത്, ഇലക്ട്രിക്കാണ്. അങ്ങനെ തേക്കടിയിൽ ബോട്ട് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തോട്ട് നടക്കുകയാണ്. ഇറക്കൊണ്ട് കുഴപ്പമില്ല, ഇതേ സാധനം തിരിച്ച് കയറാനാണ് പാട്. ഇന്നലെ കാണിച്ചതുപോലെ ഇത് ഇവിടുന്നാണ് ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് പോകാനായിട്ട് പ്രത്യേകം ബോട്ടുണ്ടെന്ന് തോന്നുന്നു. അമലേ റൈറ്റ് അപ്പോൾ ബോട്ട് ബുക്ക് ചെയ്യുന്ന ഏരിയയാണിത്. ഇവിടുന്ന് ബുക്ക് ചെയ്ത് പോയ മറ്റേ അവരാണ് ബോട്ടിൽ മുങ്ങിയത് ഇടയ്ക്ക്. ഓ ഇതുവഴിയാണ് ഇറങ്ങിപ്പോകേണ്ടത്. വരൂ ഇതാണ് നമുക്ക് പോകേണ്ടത്. പിടിച്ചു കയറാം. അപ്പുറം 200, 50, 150, 50 കൂടെ അവിടെ വരണം. എവിടെ പോയേക്കുന്നത്? അവരെന്താ വരാതിരിക്കുന്നത്? അതായത് നമുക്ക് വേണ്ടി മാത്രം നമ്മൾ ലേക്ക് പാലസ് ബുക്ക് ചെയ്തതുകൊണ്ട് ഈ ബോട്ട് നമ്മളെ കൊണ്ടുപോവുകയാണ്. ബോട്ടിൽ കയറുന്നവരുടെ ശ്രദ്ധയ്ക്ക് ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ ബോട്ടിൽ കയറരുത്. എനിക്ക് നല്ലൊരു സീറ്റ് കിട്ടി ബോട്ടിൻ്റെ സൈഡിൽ ഏറ്റവും ഫ്രണ്ടിലായിട്ട്. ഈ ക്യാമറ കയ്യിലുണ്ടെങ്കിലുള്ള ഗുണങ്ങളാണ് ഇതൊക്കെ. മാറിത്തരും. ആ മച്ചമ്പി ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞതാണ്, ഞാൻ കയറിയിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് യാത്ര തുടങ്ങാം. എല്ലാം ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റാണ് ഈ സൈഡിൽ കാണുന്നതെല്ലാം. ഇവിടെയൊക്കെ സാധാരണ വെള്ളം ഒരുപാട് ഇറങ്ങി കിടക്കാറുണ്ട്. ഇപ്പോൾ മഴയായതുകൊണ്ടാണ് വെള്ളം കയറി കിടക്കുന്നത്. ഇറങ്ങി കിടന്നാലേ നമുക്ക് കൂടുതൽ സൈറ്റിംഗ് കിട്ടുള്ളൂ. ആനിമൽ സൈറ്റിംഗ് ഒക്കെ വരുന്നെങ്കിൽ വെള്ളം ഇറങ്ങി കിടക്കണം. കുറച്ച് ഒരു ഏപ്രിൽ മാസത്തിലൊക്കെ വരുന്ന, ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ നല്ല വെള്ളം ഇറങ്ങി ആനിമൽസൊക്കെ വെള്ളം കുടിക്കാനൊക്കെ പുറത്തോട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളൊക്കെ കുറവാണ്. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ടോ? അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ക്ലൈമറ്റ് കൊള്ളാം. ഇതാ നടുക്ക് നിൽക്കുന്ന മരം ഉണ്ടല്ലോ, ഇതൊക്കെ ഇവിടെയൊക്കെ മുമ്പ് കരഭാഗങ്ങളായിരുന്നു. വെള്ളം കയറിയത് ഡാം കെട്ടുന്നതിന് മുന്നേ. ഡാം കെട്ടിയപ്പോഴാണ് ഇവിടെയൊക്കെ വെള്ളത്തിലായത്. ഇത് മുല്ലപ്പെരിയാർ നദിയുടെ വെള്ളമാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. ഇത് മുമ്പ് ഈ ഡാം വരുന്നതിന് മുമ്പേ ഇവിടെ കാടായിരുന്നു. ഇവിടെ ഫുള്ള് ഡാം വന്നതിന് ശേഷമാണ് വെള്ളമായതും ഇത്രത്തോളം ഈ മരങ്ങളെല്ലാം വെള്ളത്തിൻ്റെ നടുക്കായി. അങ്ങനെയാണ് ഈ മരക്കുറ്റികളൊക്കെ നിൽക്കുന്നത്. ഈ സ്ഥലം ഒരുപാട് ഷൂട്ടിങ്ങുകൾ നടന്നിട്ടുണ്ട് സിനിമയുടെ. നമ്മുടെ ബോളിവുഡിൽ നിന്നൊക്കെ ഉള്ള മറ്റേ ഗുപ്തിലൊരു പാട്ടിൻ്റെ രംഗമൊക്കെ ചിത്രീകരിച്ച ഇവിടെയാണ്. പിന്നെ ഷാരൂഖ് ഖാൻ്റെ മറ്റേ ദിൽസയിലൊരു പാട്ട്. അങ്ങനെ കുറേ എടുത്തു പറയാവുന്ന ഓർമ്മയിൽ വന്ന് അത് രണ്ടുമാണ്. ബാക്കി ഇനി ഇതുപോലെ ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലേക്ക് പാലസ് അവിടെ കണ്ടു തുടങ്ങി. ഒരു ഐലൻഡ് പോലെ ചുറ്റും ഈ ഒരു വെള്ളത്തിൻ്റെ നടുക്ക്, കാടിൻ്റെ നടുക്ക് ഒരു ഐലൻഡിന്
നമ്മുടെ ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ സമ്മർ പാലസായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ബിൽഡിങ്ങാണ് ഇപ്പോൾ KTDC ടൂറിസത്തിന് വേണ്ടി തുറന്നു കൊടുത്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ പേരിന് അനുയോജ്യമായിട്ടുള്ളൊരു ഇതാണെന്ന് തോന്നുന്നു. ആ ലേക്ക് പാലസ്, കായലിൻ്റെ കരയിലൊരു കൊട്ടാരം. ഇത് കായലല്ല, ഇത് ഡാമാണ്. എന്നാലും നമുക്കിങ്ങനെ പറയാം. മഹാരാജാവ് വന്ന് വിശ്രമിച്ചുകൊണ്ടിരുന്ന സ്ഥലത്താണ് ഇന്നിപ്പം നമ്മൾ വന്ന് വിശ്രമിക്കാൻ പോകുന്നത്. ആലോചിച്ച് പോകണം. ബോട്ട് മന്ദം മന്ദം കരയിലേക്ക് അടുക്കുകയാണ്. ബോട്ട് അടുപ്പിക്കാനായിട്ട് അവർക്ക് നല്ല എഫർട്ടുണ്ട്. ഇവിടെ വലിയ താഴ്ച ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് ജീവിതത്തിലാദ്യമായി മന്ദം മന്ദം ലേക്ക് പാലസിലോട്ട്. മഴക്കാലത്ത് വരുന്നവർ ലീച്ച് സോക്സ് മറക്കാതെ വാങ്ങുക. അട്ടശല്യമുണ്ട്. ഇത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പറഞ്ഞു മറ്റേ നമ്മുടെ ഹണ്ടിങ് ലോഡ്ജ് അല്ലേ. തിരുവിതാംകൂർ മഹാരാജാവ് ഇന്നാണ് ഇവിടെ യഥാർത്ഥത്തിൽ വന്നത്. നിങ്ങൾ ഇതുവഴിയാണ് വന്നല്ലേ? ഇതിൻ്റെ പുറകിലല്ലേ ഇടപ്പാളയം? നമുക്ക് അങ്ങോട്ട് പോയി കാണാൻ പറ്റുള്ളൂ അല്ലേ? പോയി കാണാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ യൂണിഫോമിലാണ് വന്നിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ഇതാണ് ഇവിടുത്തെ റൂം. ഇത് ലേക്ക് വ്യൂ റൂമാണ്. ലേക്ക് വ്യൂ. ഇവിടെ മാത്രമേ ലേക്കിൻ്റെ വ്യൂ കിട്ടുള്ളൂ. റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ ബെഡ് വലിയ 2 പേർക്ക് കഷ്ടിച്ച് കിടക്കാം. ചെറിയ ബെഡാണ്. ഇച്ചിരി ഉരുണ്ടും മറിഞ്ഞുമൊക്കെ കിടക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള 2 പേരാണെങ്കിൽ രാത്രി റെസ്ലിംഗ് നടക്കും. പിന്നെ ഏറ്റവും വലിയ എന്നെ ഹടാതെ ആകർഷിച്ചത് ഇതാണ്. അതോ ആ പുറകെ നിൽക്കുന്നവരല്ല, ഇത് ഈ കണ്ണാടിയും ആനക്കൊമ്പും. നമ്മുടെ റൂമിൻ്റെ സൈഡിലൂടെയുള്ള വഴിയാണ്. ഇത് നേരെ പോകുന്നത് അങ്ങോട്ടാണ് ഇടപ്പാളയം IB വരുന്നത്. ഇതിനകത്തോട്ട് IB. അവിടെ ഒരു 4 പേർക്ക് 3 പേർക്ക് എന്തോ അക്കോമഡേഷൻ ഉള്ളൂ. ഫോറസ്റ്റിൻ്റെയാണ്. പക്ഷേ ഭീകരമാണ്, സൂപ്പറാണ്. ഇന്നൊന്നും പോയി അവിടെ നോക്കണം. ഒരു പ്രത്യേക അനുഭവം. ഒരു 5 സ്റ്റാർ ഹോട്ടലിലും കിട്ടാത്തൊരനുഭവം. പതിവ് പോലെ ഉച്ചയാകുമ്പോൾ എന്ത് സംഭവിക്കും? ഊണ് കഴിക്കണം. ഊണ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ടേബിൾ ഇട്ടേക്കുന്ന ഏരിയയിലെത്തി. അസലൊരു കൊട്ടാരം തന്നെയാണ്. ഉണ്ടോ? ഇത് നമ്മുടെ പഴയ ഇത് ട്രിവാൻഡ്രത്ത് ഉള്ളവർക്ക് അറിയാം. ഇത് പ്രശസ്തമായ ആറാട്ടിൻ്റെ കോട്ടയാണിത്. ഇതാണ് നമ്മുടെ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ അദ്ദേഹമാണ്. നമ്മുടെ ചിത്രതിരുനാൾ മഹാരാജാവിൻ്റെ ബ്രദറാണ്. ഈ നിൽക്കുന്നതാണ് അഭിലാഷ് മഹാരാജാവ്, ഉദയൻ മഹാരാജാവ്, അമൽ മഹാരാജാവ്. ഇവരിവിടുത്തെ ഇപ്പോഴത്തെ ഇളമുറ തമ്പുരാന്മാരാണ്. രാജാവ് യൂസ് ചെയ്ത റേഡിയോ. Dear friends, kindly know here is a radio used by His Highness Maharaja Sri Chitrathirunal Balarama Varma. ഇത് വാൽവ് റേഡിയോ ആണ് പഴയ. ചേട്ടാ ഇത് കീറി വരുമ്പോഴേ അതിൻ്റെ ഒരു എസ്തെറ്റിക് വൈബുണ്ട്. ഭയങ്കരമാണ്. വേറെ വരുമ്പോൾ തന്നെ കാണാൻ ഒരു രസമല്ലേ അതിങ്ങനെ ഇരിക്കുന്നത്. കാണുന്ന ഒരു അടിപൊളിയാണ്. റേഞ്ച് ഇല്ലെങ്കിൽ മൈൻഡ് മാറി സെറ്റ്. റേഞ്ച് വേണ്ട. അതാണ് ഇവിടെ വരുന്നത്. റേഞ്ച് ഇല്ല എന്നുള്ളത് സമാധാനവുമാണ്, ഒരു സമാധാനം കേടുമാണ്. അതുണ്ട്. കാര്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു സെറ്റിലാക്കി വെച്ചിട്ട് വന്നാൽ ഓക്കെ വരാവുള്ളൂ. ഫുഡ് വന്നു. ഫുഡ് എല്ലാം ഫുള്ള്. അവിയല്. എന്താണ് സംഭവം? ഈ മഞ്ഞ പുളിശ്ശേരി, പച്ചടി, ഒരു തോരൻ, സാമ്പാർ, ഫിഷ് കറി, ഇതേപോലെ ഒരു സെറ്റ് അങ്ങ് അറ്റമുണ്ട്.
നമ്മൾ 5 പേർക്ക് ഇവിടെ, അവർ 2 പേർക്ക് അവിടെ. പ്രകൃതി ഡോൺ അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ അതെടുക്കണം. അതെ, ഈ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. അവിടെ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് കായൽ, ആ ഫോഗ്, അങ്ങ് ദൂരെ വിദൂരതയിലൊരു ബോട്ട്. പിന്നെ കുറച്ച് എപ്പോഴും വെടിയേക്കാം എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടല്ലേ? ആ നേരത്തെ നമ്മൾ കാണിക്കാത്തൊരു സാധനം വന്നു. ചിക്കൻ വന്നിട്ടുണ്ട്. അത് ചിക്കൻ പെരക്ക. ആ ചിക്കൻ അവിയിലും മൊത്തം കഴിക്കാതിരിക്കുന്നല്ലോ. എല്ലുള്ള പീസ് കാണാൻ ചെയ്യാം. ഇടി ഇടി അല്ല, എല്ലുള്ള പീസ് നോക്കണം. എനിക്ക് തൈര് ഭയങ്കര ഇഷ്ടമാണ്. തൈര് കുടിക്കണം. പ്രോബയോട്ടിക്സ് കറക്റ്റ്. ബയോട്ടിക്സ്. കൗതുകമേകുന്ന ഒരു കാഴ്ച. നമ്മുടെ രാജാവ് വൈൻ കഴിച്ചുകൊണ്ടിരുന്നത് ഈ ഗ്ലാസ്സിലാണ്. വൈന് ഇവിടെ വാട്ടർ ജഗ് റോയൽ ഫാമിലി ഓഫ് ട്രാൻഗോ ഉപയോഗിച്ചിട്ടുള്ളത്. രാജാവ് ഡിപ്രഷൻ വരുമ്പോൾ 2 അടിക്കുന്നത് ഈ ഗ്ലാസ്സിലാണ്. ഈ വാട്ടർ ഫിൽട്ടർ ഇപ്പോൾ പുതിയൊരു സംഭവമല്ല കേട്ടോ, അത് എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായി. ഇതാ ഈ ഇരിക്കുന്ന സാധനം അന്നത്തെ കാലത്തെ ഓൾഡ് വാട്ടർ ഫിൽട്ടർ, ഇമ്പോർട്ടഡ് ഫ്രം ലണ്ടനിൽ നിന്ന് ഇവിടെ ഇറക്കി ഇതിലാണ് രാജാവ് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത്. ഇത് അവരുടെ വിളക്ക്, പാത്രങ്ങൾ, ബൈനോക്കുലർ കോമ്പസ് which was used at Lake Palace during the period of His Highness Maharaja Sri Chitrayanand Maharaja Balaramarma. നാളെ രാവിലെ 6 മണിക്ക് നമുക്ക് ട്രക്കിങ് പറഞ്ഞേക്കാണ് ഇവിടുന്ന്. ജസ്റ്റ് ഒന്ന് അകത്തോട്ടൊന്ന് നടന്നിട്ടൊക്കെ വരാൻ, എടപ്പാളയം IB ഒക്കെ ഒന്ന് കാണാം. ഇപ്പോൾ ഇതാ ഇവിടെ മഴ പെയ്തു തുടങ്ങി. മഴയത്തൊരു പ്രത്യേക ഭംഗി, അടിപൊളിയായിരിക്കും. ഗുഡ് ഈവനിങ്. നല്ല ഒരു ഉറക്കം ഉറങ്ങി, സൂപ്പറായിട്ട് ഉറങ്ങി. നല്ല തണുപ്പുണ്ട് ഇവിടെ, മഴയൊക്കെ ആയതുകൊണ്ട് ഒരു പ്രത്യേക സുഖമാണ്. ഈ കാടിൻ്റെ അന്തരീക്ഷത്തിൽ ഈ തണുപ്പത്ത് നമ്മൾ കിടന്നുറങ്ങാൻ നമ്മൾ. ഇനി വെളിയിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം എന്താണ് അവസ്ഥ എന്ന്. അതാ ആ ഒരു നേരം മങ്ങുന്ന സമയം എന്ന് പറയും. അതാ അവിടെ ചെറുതായിട്ട് ഫോഗ്, നേരത്തെ നല്ല ഫോഗ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ചെറുതായിട്ട് വരുന്നു. കാട്ടുപോത്തിറങ്ങിയായിരുന്നു നേരത്തെ, എടുക്കാൻ പറ്റിയില്ല. ആ സൈഡ് അതാ കാണുന്ന അവിടെ കാട്ടുപോത്തും കുറേ മ്ലാവൊക്കെ വന്നു നിന്ന്. സ്ഥിരമായിട്ടൊരു ആന വരാറുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഇന്ന് കണ്ടില്ല. നമ്മൾ വന്ന വിവരം അറിഞ്ഞു കാണും. ആന പോയിട്ട് ആനയുടെ വാല് പോലുമില്ല കണ്ടുപിടിക്കാൻ. ഇനിയിപ്പം നാളെ മുതൽ തിരിച്ച് വീട്ടിലെത്തി വീണ്ടും പഴയതുപോലെ നമുക്ക് ആ പഴയ തിരക്കുകളിലേക്ക്. തിങ്കളാഴ്ച എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും ജീവിതത്തിൽ വളരെ തിരക്ക് പിടിച്ച ദിവസമാണ്. നാളെയും കൂടെ നാളെ റൈഡ് ചെയ്ത് നേരെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് പഴയ തിരക്കിലോട്ട് പോവും, അടുത്ത റൈഡ് വരെ. ഇനിയിപ്പോൾ എന്തായാലും അടുത്തടുത്ത് റൈഡുകൾ പോകാനായിട്ടുള്ള തീരുമാനമുണ്ട്. ജോലിയൊക്കെ ഒരു സൈഡിൽ ഇരിക്കും, ജോലിയും ചെയ്യണം, റൈഡും വേണം, എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം. എന്തായാലും ഇവിടെ വന്നത് വർത്താണ്, സൂപ്പറായി. ലേക്ക് പാലസിൽ ലൈറ്റൊക്കെ ഇട്ടപ്പം ആ ഒരു ലക്ഷറിയുടെ ഒരു എക്സ്ട്രീം അവസ്ഥയായിട്ട് തോന്നി. നല്ല അടിപൊളിയായിരിക്കും ലൈറ്റൊക്കെ വന്നപ്പോൾ. വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഈ കാട്ടിലൊക്കെ വന്ന് ഇതുപോലെ സ്റ്റേ ചെയ്യുമ്പോൾ ഇതിനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര ബോറായിട്ടൊക്കെ തോന്നും. ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു പ്രത്യേക അനുഭവമാണ്. ലൈറ്റൊക്കെ ഇട്ടപ്പോൾ അതിൻ്റെ മുഖച്ഛായ തന്നെ മാറി. ഇവിടെയായിരുന്നു നമ്മളിന്ന് ഫുഡ് കഴിച്ചത്. സുമേഷേ, ചായ കുടിച്ചോ? ചായ കുടിച്ചോ? ഓ ഹായ്. നേരത്തെ ടാറ്റ കാണിച്ചിട്ടേ എങ്ങനെ കാണിച്ചത് ഇറങ്ങി വരാൻ പോകുന്നു.
Bye.